വെൽക്കം ഓൾ ഓഫ് യു. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഇതിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഓൺ ഓർ ലീസ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ, അതുപോലെ മേക്ക് ഓർ ബൈ ഡിസിഷൻ, അമാൽഗമേഷൻ, ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ തീരുമാനമെടുക്കണം എന്നതായിട്ട് ബന്ധപ്പെട്ട ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. വളരെ പ്രധാനപ്പെട്ടിട്ട് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്, അത് വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ ഓൺ ഓർ ലീസ് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഒരു കമ്പനിക്ക് ഒരു അസറ്റ് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ദേ ക്യാൻ പർച്ചേസ് ദി അസറ്റ്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ലീസിനെടുക്കാം. ലീസിനെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻറ്റിന്, പാട്ടത്തിനൊക്കെ എടുക്കാമെന്ന് കേട്ടില്ല നിങ്ങൾ, അതന്നെ. അപ്പോൾ ഈ ഒരു തീരുമാനം, ഇതാണ് ഓൺ ഓർ ലീസ് എന്ന് പറയുന്ന സംവിധാനം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് വെക്കാം. ഒരു അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഥവാ ലീസിന് എടുക്കുകയാണെങ്കിൽ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? ഓണർഷിപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലായിരിക്കും ഓണർഷിപ്പ് ഉണ്ടാവുക, അല്ലേ? ലീസിന് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓണർഷിപ്പ് കിട്ടുമോ? നമ്മൾ ഓണറാവില്ല. നമ്മൾ കേവലം എന്താണ്, അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. നമുക്ക് റൈറ്റ് ടു യൂസാണ്, അത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കതിൻ്റെ പുറത്തെന്താണ്, ഓണർഷിപ്പില്ല. ഇനി ഡിപ്രീസിയേഷൻ നോക്കൂ. ഡിപ്രീസിയേഷൻ ആർക്കാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? ഓണർക്കാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആളായിരിക്കും ഓണർ, അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റൊന്ന്, ഈ ഒരു അസറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു അസറ്റ് ഒരു സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ബാങ്കിലോ മറ്റോ വെക്കണമെന്നുണ്ടെങ്കിൽ ആർക്കാ സാധിക്കുക? അത് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതായത് ഓണർക്ക് മാത്രമേ സെക്യൂരിറ്റി ആയിട്ട് അത് ബാങ്കിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ലീസിനെടുത്ത ആളുകൾക്ക് അത് വെക്കാൻ പറ്റുമോ? ഇല്ല. ദെൻ ഒബ്സലേറ്റ് റിസ്ക്, ഇത് ഉപയോഗശൂന്യമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഏറ്റവും കൂടുതൽ വരിക അല്ലെങ്കിൽ അത് ബാധിക്കുക ആരായിരിക്കും? തീർച്ചയായിട്ടും അത് ഓണറേ ആയിരിക്കും. കാരണം എന്താണ്, സപ്പോസ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു അസറ്റ് ഔട്ട്ഡേറ്റഡ് ആണിരിക്കുക, അല്ലെങ്കിൽ അത് കുറച്ച് കാലം യൂസ് ചെയ്തപ്പോൾ അത് ഫാഷൻ ഔട്ടായി പോയിരിക്കുക. നിങ്ങൾക്ക് ആ ഒരു അസറ്റ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഒരുപാട് ചിലവ് വരും. നേരെ മറിച്ച് നമ്മൾ എടുക്കുന്ന ഒരു റെൻറ്റിന് എടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളാണ്, നമുക്കതാണ് മാറ്റിയാൽ മതി, ഇങ്ങോട്ട് വേറൊന്ന് റെൻറ്റിന് എടുത്താൽ മതി. വലിയ ഭീമമായ ഒരു നഷ്ടം നമുക്ക് അല്ലെങ്കിൽ ഒരു തുക അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരില്ല. സോ ഒബ്സലേറ്റ് റിസ്ക് ഏറ്റവും കൂടുതൽ ഹൈ ആയിരിക്കും ആരുടെയായിരിക്കും? ഓണറുടെ ആയിരിക്കും. ഇവിടെ ലോ റിസ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് അടിസ്ഥാനപരമായിട്ടൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഓണർഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പർച്ചേസിൻ്റെ കേസിലാണെങ്കിൽ ബിക്കം ദി ഓണർ. ഇവിടെ ഓണർ ആവുമോ? ഇല്ല, നോട്ട് ബിക്കം ദി ഓണർ. ഇവിടെ ഇദ്ദേഹത്തെ വിളിക്കുക എന്താണ്, ലെസ്സി എന്നാണ്. ഓക്കെ, മാറുതിൽ മെസ്സി എന്ന് പറയരുത് കേട്ടോ, ലെസ്സി. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും കൂടുതൽ വരാം. ദെൻ ഡിപ്രീസിയേഷൻ, ഇവിടെ ക്യാൻ ബി ക്ലെയിംഡ്, ഇവിടെ നോട്ട്. ദെൻ ഓഫർ ആസ് സെക്യൂരിറ്റി, ക്യാൻ ബി യൂസ്ഡ് ആസ് സെക്യൂരിറ്റി, ഇവിടെ കനോട്ട് ബി യൂസ്ഡ്. ഒബ്സലേറ്റ് റിസ്ക്, ഹൈ റിസ്ക് ആണ്, ഇവിടെ ലോ റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി. അപ്പോൾ വീണ്ടും ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നമുക്കൊരു അസറ്റ് വേണം. ആ അസറ്റ് വാങ്ങിക്കാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ വി ക്യാൻ പർച്ചേസ്, അല്ലെങ്കിൽ റെൻറ്റിനെടുക്കാം. ഇനി പർച്ചേസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അസറ്റ് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അസറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ യൂസിങ് ഓൺഡ് ക്യാപിറ്റൽ ഓർ ബോറോവിഡ് ക്യാപിറ്റൽ. ഓൺഡ് ക്യാപിറ്റൽ പറഞ്ഞാൽ നമ്മുടെ തന്നെ ക്യാപിറ്റൽ, മൂലധനമാണ്. അതായത് അതിൽ വരുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് അസറ്റ് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിബഞ്ചർ അഥവാ അതർ ലോൺസ്, ഇതിൽ നിന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ബോറോവഡ് ക്യാപിറ്റലിന്, കടമെടുത്ത മൂലധനം, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും.
അല്ലേ? അസറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വലിയൊരു സംഖ്യ ആവും. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവരാണ് യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സാണ് വരിക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ നോട്ട് ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അവർക്ക് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവർക്ക് നിശ്ചയ തുക ഇൻട്രസ്റ്റ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അല്ല? അത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നേരെ മറിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ നമ്മൾ ഡിവിഡൻഡാണ് കൊടുക്കുക. ഡിവിഡൻഡ് ലാഭം ഉണ്ടാകുമ്പോൾ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഈ ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവരുടേത് വലിയ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. നേരെ മറിച്ച് ബോറോവ്ഡ് ക്യാപിറ്റലിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്ന വിഭാഗം അവർക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും, ഇത്രയും നമ്മൾ നിങ്ങൾക്ക് തരുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു എക്സ്പെക്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ മറ്റൊന്ന്, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ? ഡിവിഡൻ്റാണ് കൊടുക്കുക, അല്ലേ? ഇവർക്ക് ഇൻട്രസ്റ്റാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കമ്പനികൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സിൻ്റെ പരിധിയിൽ വരും. ടാക്സും കൂടി അതിന് വരും. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബോറോവ്ഡ് ക്യാപിറ്റലിൻ്റെ പുറത്ത് ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ടാക്സ് നിന്ന് കുറയ്ക്കാൻ പറ്റും. ഡിഡക്ഷൻ അലൗബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനികൾക്കൊക്കെ സജസ്റ്റ് ചെയ്യുക എന്താണ്? നിങ്ങൾ വല്ല അസറ്റും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ബോറോവ്ഡ് ക്യാപിറ്റൽ എടുത്താണ്ട് വാങ്ങിക്കോളൂ. കാരണം എന്താണ്? അതിൻ്റെ പുറത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് എന്താണ്? ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. സോ പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെന്താണ് ഈ ഒരു ബോറോവ്ഡ് ക്യാപിറ്റൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥാപനം ആവണം. കാരണം ഇവർക്ക് നിരന്തരമായിട്ട് നമ്മളെന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. നമ്മൾ പറഞ്ഞത് ഇവിടെ ഇവർക്ക് എന്താണ്? ഡിവിഡൻ്റാണ് കൊടുക്കുക. അതിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് വരും. ഹൈ എക്സ്പെക്റ്റേഷനാണ് ഈ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഉണ്ടാവുക. ഇവരെ സംബന്ധിച്ച് എന്താണ്? ഇൻട്രസ്റ്റാണ് കൊടുക്കുക, അത് ഡിഡക്റ്റബിളാണ്. ഇവരെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ലോ ആണ്. ഓൾറെഡി അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എത്ര തരിക എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇതെപ്പോൾ മാത്രമേ പറ്റുള്ളൂ? ഒരു സ്റ്റഡി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബോറോവ്ഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നല്ല, ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ഭാഗം റെൻറ്റ് ഓർ ലീസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കാം. യഥാർത്ഥ ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിപ്പോൾ ഒരു ഔട്ട്സൈഡർ ആട്ടോ, പുറത്തുള്ളൊരു വ്യക്തിയാണ്. ഇതാണ് നിങ്ങൾ, അഥവാ ഇതാണ് കമ്പനി. നിങ്ങൾ സപ്പോസ് നമ്മൾ കമ്പനീൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, കമ്പനി. അപ്പോൾ കമ്പനിക്ക് എന്താണ്? ഒരു അസറ്റ് ആവശ്യമാണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഈ ഔട്ട്സൈഡറുടെ കയ്യിൽ നിന്നും അസറ്റ് വാങ്ങിക്കും. അപ്പോൾ അസറ്റ് കമ്പനീൻ്റെ കയ്യിലാട്ടോ കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, ഓണറാവില്ല കമ്പനി. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? ഇവർക്ക് റെൻറ്റ് കൊടുക്കുന്നു. ആ റെൻറ്റിനെയാണ് നമ്മൾ ലീസ് റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഈ ഔട്ട്സൈഡിലുള്ള ഈ വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ ആരോടാണോ സാധനം വാങ്ങുന്നത് ആ വ്യക്തി, അയാളെ ലെസ്സർ എന്നാണ് അറിയപ്പെടുക. നമ്മളെ എന്താണ് അറിയുക? ലെസ്സി. അപ്പോൾ ഇത് മാറരുത് കേട്ടോ. ഈ ലെസ്സറും ലെസ്സിയും തമ്മിൽ മാറരുത്. ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് യഥാർത്ഥത്തിൽ ഈ ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് കൊടുക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗിവർ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഗിവറിൽ 6 ആണല്ലോ, ലെസ്സറിലും 6 ആണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് വയ്ക്കുക. ഇത് ഗിവറാണ്, സാധനമാണ് കൊടുക്കുകയാണല്ലോ, അല്ലേ? സോ ലെസ്സറും ഉണ്ടാവും, ലെസ്സി ഉണ്ടാവും. അപ്പോൾ 2 പാർട്ടീസാണ് അവിടെ വരിക. ഇനി നോക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ് എഗ്രിമെൻ്റ് തന്നെ. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഇൻ ബിറ്റ്വീൻ 2 പാർട്ടീസ്, ലെസ്സർ ആൻഡ് ലെസ്സി. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അസറ്റ് ഇത്ര കാലം ഉപയോഗിക്കുക, അതിന് ഇത്ര കാലം നിങ്ങൾക്ക് നിശ്ചിത തുക
റെൻ്റായിട്ട് ഞാൻ തന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീഡ് കയ്യിലുണ്ടായിരിക്കും, പാർട്ണർഷിപ്പ് ഡീഡ് പോലെ തന്നെ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ലീസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ സാധനം നമ്മൾ കമ്പനിയാണല്ലോ, കമ്പനി ഇപ്പോൾ ഇവിടെ ലെസ്സിയാണ്, നമ്മൾ ഇത് റൈറ്റ് ടു യൂസാണ്, നമുക്ക് യൂസ് ചെയ്യാനുള്ള അവകാശമാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടൂല, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ കഴിയില്ല കമ്പനി എന്ന നിലയ്ക്ക്. കാരണം എന്താണ്, നമ്മൾ ഓണറല്ല. ഓണറാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ ഇയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ലീസ് റെൻ്റൽ വാല്യൂ എന്നാണ് അതിന് പറയുക, ഉപയോഗിക്കുന്നതിന് നമ്മൾ കൊടുക്കണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കണം. ഇനി അവസാനം നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഞാനിങ്ങനെ എഴുതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഈ പിക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയേക്കാം. ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ ടേക്കിംഗ് എ ഡിസിഷൻ റിഗാർഡിംഗ് വെദർ അസറ്റ് ഈസ് അക്വയർഡ് ഓൺ ലീസ് ഓർ ഓൺ. ഒരു അസറ്റ് നിങ്ങൾ അക്വയർ ചെയ്യാണ്, ഓണായിട്ടോ സ്വന്തമായിട്ടോ അതോ പാട്ടത്തിനോ, ഓക്കെ, ലീസായിട്ട് റെൻറ്റിനോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ഫാക്ടേഴ്സ് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ്, ഫിനാൻസ് പൊസിഷൻ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ നോക്കണം. കാരണം നല്ല ഫിനാൻസ് പൊസിഷനിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ, സ്വന്തമായിട്ടൊരു അസറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നല്ല തുക ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ വലിയ വലിയ മെഷീനറിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. സോ ഫിനാൻസ് പൊസിഷൻ, ഈ ഒരു പണമൊക്കെ നമ്മളെ തന്ന് സഹായിക്കാൻ ആളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും അല്ലേ. സോ ഫിനാൻസ് പൊസിഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് ഡിപ്രീസിയേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു, ഡിപ്രീസിയേഷൻ്റെ ഒരു ക്ലെയിം ചെയ്യാനുള്ള അവകാശമൊക്കെ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ റെൻറ്റിന് എടുത്താൽ നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പരിഗണിക്കാം. ഒബ്സലസൻസ്, ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഒബ്സലൻസിൻ്റെ ഒരു റിസ്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഓണർക്കാണ്, നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു അസറ്റ് മാറ്റണമെങ്കിൽ നല്ല ചിലവ് വരും. സോ റിസ്ക് കൂടുതലാണ്. മറ്റേയാളെ സംബന്ധിച്ച് റിസ്ക് കുറവാണ്. അപ്പോൾ അത് പരിഗണിക്കണം. ദെൻ സ്ക്രാപ്പ് വാല്യൂ. ഈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ റെസിഡൽ വാല്യൂ എന്ന് പറയും. റെസിഡൽ വാല്യൂ, ഈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ സാധനമൊക്കെ അവസാനം ഉപയോഗശൂന്യമായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ വിൽക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, അതിനാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു പോയിന്റ്, ഈഫ് ആൻ അസറ്റ് ഹാസ് ലാർജ് റെസിഡൽ വാല്യൂ ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ഇറ്റ്. നിങ്ങളിത് വിൽക്കുമ്പോൾ നല്ല വില കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ ലാർജ് റെസിഡൽ വാല്യൂ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല എന്താണ്, ബെറ്റർ ടു പർച്ചേസ് ഇറ്റ്. മറ്റൊന്ന് പ്രോഫിറ്റ് മാർജിൻ. ഇതിലെന്താണ് പറയുന്നത്, ഈഫ് ദി പ്രോഫിറ്റ് മാർജിൻ ഈസ് ലോ ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ദി അസറ്റ്. നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ കുറവാണെങ്കിൽ നിങ്ങൾ അസറ്റ് പർച്ചേസ് ചെയ്യാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രോഫിറ്റ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാത്തൊരു സ്ഥാപനമാണ്. പ്രോഫിറ്റ് കൂടി കുറഞ്ഞ് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സ്ഥാപനം ബോറോവ്ഡ് ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല പ്രോഫിറ്റ് മാർജിൻ ലോ ഉള്ള ആളുകൾ അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ ഏറ്റവും ബെറ്റർ ഏതാണ്, അത് അസറ്റ് പർച്ചേസ് ചെയ്യാണ് നല്ലത് എന്നാണ് പറയുന്നത്. ദെൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് കൂടി നമ്മൾ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസിഡർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇൻ ടാക്സ് പ്ലാനിങ്. ദി അസസി ഷുഡ് ഫോളോ എ മെത്തേഡ് ഓഫ് പർച്ചേസിങ് അസറ്റ് വിച്ച് വിൽ റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം, നമ്മുടെ ടാക്സ് ലയബിലിറ്റി പരമാവധി റെഡ്യൂസ് ചെയ്യുകയും ഒപ്പം നമ്മുടെ ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റ് ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മെത്തേഡിലായിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന ഒരു ഘടകം. സോ ഇത്രയും കാര്യങ്ങൾ ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫിനാൻസ് പൊസിഷൻ, അതുപോലെ ഡിപ്രീസിയേഷൻ്റെ ഒരു കണക്ക്, പിന്നെ ഒബ്സലസൻസ്, സ്ക്രാപ്പ് വാല്യൂ, പ്രോഫിറ്റ് മാർജിൻ, പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ദെൻ ഫൈനലി വി ഗോസ് ടു ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജീരിയൽ ഡിസിഷൻസ്. എങ്ങനെയാണ് നമ്മുടെ ടാക്സ് പ്ലാനിങ് എന്ന് നോക്കാം. ഓൺ ഓർ ലീസ്.
ഈ ഒരു കേസിൽ ഓൺ ഓർ ലീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എ ബിസിനസ് മാൻ ക്യാൻ അക്വയർ അസറ്റ് ഇൻ ദി ഫോളോയിങ് 2 ways. 2 രീതിയിൽ അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാട്ടോ അതിനെ തിയറി ആക്കി മാറ്റുകയാണ്. ടു ഓൺ ഓർ പർച്ചേസ് അസറ്റ്, അല്ലെങ്കിലോ ടു ടേക്ക് ദി അസറ്റ് ഓൺ ലീസ് അഥവാ റെൻറ്റിന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കേസ്, ഓയിങ് ഓർ പർച്ചേസ് ഓഫ് അസറ്റ്. ബയർ ബിക്കം ദി ലീഗൽ ഓണർ ഓഫ് ദി അസറ്റ്. അസറ്റിൻ്റെ ലീഗൽ ഓണർ ആരായിരിക്കും? വാങ്ങിക്കുന്ന വ്യക്തിയായിരിക്കും. ദി ബയർ ഹാസ് പേ ദി പർച്ചേസ് പ്രൈസ് എയ്തർ ഇൻ ലംസം ഓർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇദ്ദേഹത്തിന് ഒറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലോ വേണമെങ്കിൽ വാങ്ങിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്നൊക്കെ. അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, പഴയ ക്ലാസ്സുകളിലൊക്കെ. ഓക്കെ. ദെൻ ദി റിസ്ക് ഓഫ് അസറ്റ് ബിക്കം ഒബ്സലേറ്റ് ലൈസ് വിത്ത് ദി ബയർ അല്ലേ. എപ്പോഴും ഒബ്സലേറ്റ് റിസ്ക് ആരുടെ കയ്യിലായിരിക്കും? ബയറിലാണ് ഉണ്ടാവുക. ദെൻ ദി ബയർ ക്യാൻ ക്ലെയിം ഡിപ്രീസിയേഷൻ ഓൺ ദി അസറ്റ്. ദി അസറ്റ്സ് ക്യാൻ ബി സോൾഡ് ബൈ ദി ബയർ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വാങ്ങിച്ച വ്യക്തിക്ക് അത് വിൽക്കാൻ പറ്റും, മറ്റേയാൾക്ക് പറ്റില്ല. ഹി ക്യാൻ ഓഫർ എ സെക്യൂരിറ്റി ടു ഔട്ട്സൈഡർ അല്ലേ. മറ്റ് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ പോയിട്ട് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഓണർക്കുള്ള അവകാശങ്ങളാണ്. അസറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ യൂസിങ് എയ്തർ. 2 രീതിയിൽ നമുക്ക് എന്താണ്? ഒന്ന് ഓൺ ക്യാപിറ്റൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ ഓർ ഡിബഞ്ചർ വെച്ചിട്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തിയറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇതൊക്കെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ ലോൺ ഓർ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആസ് വി നോ ദി ഡെപ്റ്റ് ഈസ് എ ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആസ് കമ്പയർഡ് ടു ഓൺഡ് ക്യാപിറ്റൽ ബിക്കോസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് 100% ടാക്സ് ഡിഡക്റ്റബിൾ സേവിങ് ഇൻകം ടാക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഫിനാൻസ് എന്ന് പറയുന്നതാണ് ഡെപ്റ്റ് ക്യാപിറ്റലാണ്. കടമെടുത്ത തുകയാണ്. കാരണം എന്താണ്? അതിൻ്റെ പുറത്ത് നമുക്ക് ഇൻട്രസ്റ്റിന് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. Thus, in case of profit earning business houses, it is always better to own the asset with borrowed capital. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക? ബിസിനസ് സ്ഥാപനങ്ങൾ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ബോറോവ്ഡ് ക്യാപിറ്റൽ അല്ലേ, അത് വെച്ചിട്ട് ലോൺ എടുത്തിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ആ ലോൺ എമൗണ്ടിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സിന് എക്സംഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതൊരു ടാക്സ് പ്ലാനിങ് ആണ്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓൺഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചേണ്ടതാണ് പർച്ചേസ് ചെയ്യാതെ പകരം എന്താണ്? ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊരു ടാക്സ് സേവിങ് ടെക്നിക്കാണ്. ഓക്കെ. ഇതൊക്കെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടോ. ദെൻ ടേക്കിംഗ് അസറ്റ് ഓൺ ലീസ്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ പർച്ചേസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മളെന്താണ്? ഇത് റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ, ലീസിന് എടുക്കുകയാണെങ്കിൽ എന്താണെന്നുള്ള. അപ്പോൾ ഫസ്റ്റ് എന്താണ് ലീസ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ലീസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഓണർ ഓഫ് ദി അസറ്റ് ആൻഡ് ദി യൂസർ ഓഫ് ദി അസറ്റ്. ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. വെർ ബൈ ദി ഓണർ ഗീവ്സ് ദി റൈറ്റ് ടു യൂസ് ദി അസറ്റ്. ഇവിടെ എന്താണ്? ഓണർ എന്ത് ചെയ്യാണ്? ആ അസറ്റ് മറ്റേ ആൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു അവകാശം വിട്ടുകൊടുക്കുകയാണ് ടു അതർ പാർട്ടി ഫോർ ആൻ അഗ്രീഡ് പീരിയഡ് ഓഫ് ടൈം. അതിനൊരു പീരിയഡ് ഉണ്ടായിരിക്കും, ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര കാലം അല്ലേ. ഇൻ കൺസിഡറേഷൻ ഓഫ് ലീസ് റെൻ്റൽ. എന്തിന് പകരമായിട്ട്? അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്യും? ലീസ് റെൻ്റൽ അത് വാങ്ങിക്കും. ഓക്കെ. അപ്പോൾ അതാണ് ലീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുക. ദി ഓണർ ഓഫ് ദി അസറ്റ് ഈസ് കാൾഡ് ദി ലെസ്സർ വൈൽ ദി അതർ പാർട്ടി ഈസ് കാൾഡ് ലെസ്സി. അല്ലേ, യൂസ് ചെയ്യുന്ന ആളെ ലെസ്സി എന്നും ഓണറെ നമ്മൾ ലെസ്സർ എന്നും പറയും. അപ്പോൾ അതും 2 പാർട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദി ടേം ആൻഡ് കണ്ടീഷൻസ് ഓഫ് ലീസ് എഗ്രിമെൻ്റ് ആർ സ്പെസിഫൈഡ് ഇൻ ദി ലീസ് കോൺട്രാക്ട് വിച്ച് ഈസ് കാൾഡ് ലീസ് ഡീഡ്. അപ്പോൾ ലീസ് ഡീഡ് എന്താണെന്നും പറഞ്ഞു. എന്താണ് ലിമിറ്റേഷൻസ്? ലീസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്? അസറ്റ് ടേക്കൺ ഓൺ ലീസ് ഡസ് നോട്ട് പ്രൊവൈഡ് ഓണർഷിപ്പ് റൈറ്റ് ടു ലെസ്സി. ലെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടൂല? ഓണർഷിപ്പ് കിട്ടൂല. ഓണർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് മെച്ചങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ ബെനിഫിറ്റ് ഒന്നും ആർക്ക് കിട്ടൂല? ലെസ്സിക്ക് കിട്ടൂല. അസറ്റ് ടേക്കൺ ഓൺ ലീസ് കനോട്ട് ബി ഓഫേർഡ് ആസ് എ സെക്യൂരിറ്റി ടു ഔട്ട്സൈഡേഴ്സ് ലൈക്ക് ബാങ്കേഴ്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് ലെസ്സിക്ക് എവിടെയും കൊണ്ടുപോയി വെക്കാനൊന്നും പറ്റില്ല. ദെൻ ടാക്സ് കൺസിഡറേഷൻ ഇൻ ബൈ ഓർ ലീസ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട ടാക്സ് കൺസിഡറേഷൻ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണുള്ളത്. ഓക്കെ. ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ദി ബൈ ഓർ ലീസ് ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ആഫ്റ്റർ അനലൈസിങ് ദി
ടാക്സ് എഫക്ട്സ് ഓഫ് ബോത്ത് ദി ഓപ്ഷൻസ്. രണ്ട് ഓപ്ഷൻസും നമ്മൾ നേരിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഏതാ ബെറ്റർ വെച്ചാൽ അത് നമ്മൾ എടുക്കണം. ടാക്സ് എഫക്ട്സ് ഫോർ ബയർ ഇൻ കേസ് ഓഫ് ബൈയിങ് ആൻ അസറ്റ് ബൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടാക്സ് എഫക്റ്റ് എന്തായിരിക്കും? ദി ബയർ ക്യാൻ ക്ലെയിം ഡിപ്രീസിയേഷൻ, അല്ലേ? നമ്മൾ പറഞ്ഞു ബയർക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ആസ് ആൻ എക്സ്പെൻസ് വൈൽ കാൽക്കുലേറ്റിംഗ് ബിസിനസ് ഇൻകം ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓപ്പറേഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, അല്ലേ? ഇതിൽ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ദെൻ മറ്റൊന്ന്, ദി ബയർ ക്യാൻ ആൾസോ ചാർജ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, അത്തരത്തിലുള്ള എക്സ്പെൻസൊക്കെ എന്താണ്, അതൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ഇഫ് അസറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ടേക്കിംഗ് എ ലോൺ then interest on loan can also he claimed expenses while calculating business. ഇനി ഈ ഒരു അസറ്റ് അദ്ദേഹത്തിന് എന്താണ് ലോൺ എടുത്താണ് പർച്ചേസ് ചെയ്തെങ്കിൽ ആ ലോണിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇദ്ദേഹത്തിന് അപ്പോൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്ത് വരുന്ന മറ്റ് എക്സ്പെൻസ്, റിപ്പയർ, മെയിൻ്റനൻസ് ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ് ഇത് ലോൺ എടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ലെസ്സിയെ സംബന്ധിച്ചാണെങ്കിൽ, അതായത് നമ്മൾ ലീസിന് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ലെസ്സി ആണല്ലോ, അല്ലേ? ഒരു കമ്പനി ഒന്നെങ്കിൽ ഒരു ബയറാവാം അല്ലെങ്കിൽ എന്താവാം, ലെസ്സി ആവാം. ഇത് രണ്ടിലേതെങ്കിലും ആവുകയാണ്. അപ്പോൾ ലെസ്സി ആണെങ്കിൽ എന്താണ് ഒറ്റ കാര്യം, ദി ലെസ്സി ക്യാൻ ക്ലെയിം ലീസ് റെൻ്റൽസ് ആസ് എക്സ്പെൻസ് വൈൽ കാൽക്കുലേറ്റിംഗ് ബിസിനസ് ഇൻകം ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. ലെസ്സിയെ സംബന്ധിച്ച് എന്ത് മാത്രമാണ്, അദ്ദേഹത്തിന് ലീസ് റെൻ്റൽ വാല്യൂസ് എത്രയാണോ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ടാക്സ് കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കേണ്ടത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് SC ഒക്കെ ആയിട്ട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ പിൻഭാഗത്തൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെന്താണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും എക്സാമിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യാം. എക്സാം ഇപ്പോൾ അടുത്ത് വരികയാണല്ലോ, അല്ലേ? ഓക്കെ, നമുക്ക് കാണാം.